ഹായ്, ഹാപ്പി പെരുന്നാൾ. ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക്, മലയാളികൾക്ക് ഇമ്മിണി വലിയ പെരുന്നാളാണ് ഈ പെരുന്നാൾ. ഈ ബലിപെരുന്നാൾ വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇതാണ് ആ കാരണം. റഹീമിൻ്റെ ഒപ്പം ഉമ്മ ഒരു 20 ആണ്ട് സഹനത്തിൻ്റെ കണ്ണീരിൻ്റെ നാളുകൾ എണ്ണിയ, പെരുന്നാളില്ലാതെ ആഘോഷങ്ങളില്ലാത്ത ഉമ്മയ്ക്ക് ഇന്ന് വലിയ പെരുന്നാൾ വലിയ തോതിൽ ആഘോഷിച്ചാണ് ഉമ്മ ഇരിക്കുന്നത്. ഉമ്മയ്ക്ക് എന്താ ഇപ്പൊ പെരുന്നാളിന്റെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എന്താ ഇപ്പൊ തോന്നുന്നു? സന്തോഷം, എല്ലാവരോടും നന്ദി, സന്തോഷം. നേരത്തെയൊക്കെ നമ്മൾ വരുമ്പോൾ പെരുന്നാളിനൊക്കെ ഉമ്മക്കൊരു ആഘോഷം ഇല്ലായിരുന്നു. ഉമ്മ എപ്പോഴും പറയാറെന്താ അറിയോ, എൻ്റെ മോൻ വന്നിട്ട് ഇനി ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മോൻ എത്തിക്കഴിഞ്ഞു, വലിയ പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഉമ്മ പറയണം. ഉമ്മ പറയുന്നത് കേൾക്കാൻ മലയാളികൾ കാത്തു നിൽക്കുകയാണ്. ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, മതി. ഏറ്റവും വരെ സന്തോഷം ആഘോഷം കൊണ്ടുണ്ട്, അത് മതി. പഠിച്ചോ റാഹത്താക്കി തന്നില്ലേ? അമ്മീൻ അതന്നെ റാഹത്താക്കി തന്ന് കിട്ടിയിട്ടല്ലേ ഞങ്ങൾ മുന്നിൽ ഇരിക്കണേ. അപ്പോൾ ഈ ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. ഇന്നലെയൊക്കെ ഉമ്മ വരുമെന്ന് പറയുമ്പോഴും ഉമ്മയ്ക്ക് വരട്ടെ, വന്നിട്ട് കാണാം, എന്നിട്ടേ ഞാനുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അതെന്തായിരുന്നു അങ്ങനെ തോന്നാൻ? ജനങ്ങളൊക്കെ ഇങ്ങനെ ചതിച്ചിട്ട് വരും എന്ന് പറയും. ഞാൻ കാണില്ല, അപ്പോൾ എൻ്റെ കുട്ടിയെ കണ്ടിട്ടേ എനിക്ക് ഉറപ്പ് വരുള്ളൂ എന്ന് പറയും. അൽഹംദുലില്ലാ കണ്ടിക്ക് ഉറപ്പായി എൻ്റെ കുട്ടിയെ കൂടെ ജീവിക്കട്ടെ. റഹീമിനാണ് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക. 20 വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാലഘട്ടമാണ്. അതും നല്ല പ്രായത്തിലുള്ള കാലം. അത് കഴിഞ്ഞ് ഇപ്പോഴിവിടെ എത്തുന്നു. ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോഴും കണ്ണ് തുടച്ചുകൊണ്ടാണ് ആദ്യത്തെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. എന്താ ഇപ്പം മനസ്സിൽ? ഒരുപാട് സന്തോഷമായി വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കണ്ടതിൽ. ഇതിനെല്ലാം സാഹചര്യം ഒരുക്കി തന്ന ലോക മലയാളികൾക്കും, പത്രമാധ്യമങ്ങൾക്കും, സോഷ്യൽ മീഡിയ, റിയാദിലെ ഇന്ത്യൻ എംബസികളും, നിയമസഹായ കമ്മിറ്റികളും, എണ്ണി പറയാൻ ഇവിടെ ഒരുപാടുണ്ട്. എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഇവിടുത്തെ കമ്മിറ്റികൾ, എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്ന, ഇന്ന് എത്തുന്നുള്ളൊരു പ്രതീക്ഷ ഒട്ടും ഇല്ലായിരുന്നു. പടച്ചവൻ്റെ സഹായം കൊണ്ട് ഇന്നിവിടെ എത്തിപ്പെട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും, ലോക മലയാളികൾക്കും, സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. ഞാൻ ആദ്യമായിട്ട് റഹീമിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നത് ഇതേ മുറിയിലിരുന്ന് ഉമ്മയോട് ഞാൻ സംസാരിക്കുന്നു. അന്ന് എൻ്റെ കൂടെ ശ്രീകണ്ഠൻ നായർ, SKN ഉണ്ടായിരുന്നു, ഉഷാ ശ്രീകണ്ഠൻ നായർ ഉണ്ടായിരുന്നു. അന്ന് റഹീമിൻ്റെ വാക്ക് ഇതായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും സഹായിച്ച് ഒരുമിച്ച് നിന്ന് എന്നെ അങ്ങ് എത്തിക്കണമെന്ന്. അന്നത്തെ ആ തൊണ്ട ഇടർച്ചയിൽ നിന്നും ഇപ്പോഴൊരു സമാധാനത്തിലേക്ക് എത്തി. തീർച്ചയായിട്ടും. കാരണം മുമ്പ് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു, 10-18 വർഷത്തോളം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു മോചനം സംഭവിക്കും. ഈ അവസാന 2 വർഷത്തിലാണ് മോചനത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്ന് ലോകത്തിലെല്ലാവരും ഒത്തുകൂടി ഒരു സംരംഭം തയ്യാറാക്കിയതും, ആ പണം സ്വരൂപിച്ചതും, ആ കുടുംബത്തിൽ നിന്നും മാപ്പ് നൽകി ഇവിടെത്താൻ ഉള്ള സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ജനങ്ങൾക്കും, ഞാൻ നാട്ടിലെയും വിദേശത്തുള്ളവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി, ചെറിയവരും വലിയവരുമായിട്ട്, ആളുകളെ പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാർ പലവരും വിട്ടുപോകും. പ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു 20 വർഷം മുമ്പ്, അതും ഒരു പെരുന്നാൾ സമയത്താണ്. ആ ഒരു ദിനത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? അതെല്ലാം ഇപ്പം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതലൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഒരു പുതിയ ജീവിതം നാട്ടുകാരും. ഈ പുതിയ ജന്മം, 20 വർഷത്തെ സഹനം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 20 വർഷം സഹിക്കുകയായിരുന്നു. ത്യാഗമാണ് ഈ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. വലിയ പെരുന്നാളിൻ്റെ സന്ദേശം തന്നെ ത്യാഗം ചെയ്യുന്നവന് വലിയ വിജയവും നേട്ടവും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ത്യാഗം കഴിഞ്ഞാണ് താങ്കൾ തിരിച്ചു വന്നത്. ഇനിയുള്ള അങ്ങയുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇനിയെല്ലാം ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും, സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്, നല്ലവരായ നാട്ടുകാരും, നിങ്ങളെല്ലാവരും, ജനങ്ങളെല്ലാവരും ഉണ്ട്. സ്വല്പം കണ്ട് പഠിക്കണം ഇനി നിങ്ങളെല്ലാവരും. കാരണം എനിക്ക് ഇവിടുത്തെ യാതൊരു ഐഡിയ ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, നിങ്ങളെ കൂട്ടത്തിൽ ഞാനും ഒരു അംഗമായിട്ട് മുന്നോട്ട് നീങ്ങും. ഉമ്മാന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും. എൻ്റെ എവിടെയും വിടൂലല്ലോ ഉമ്മ? എൻ്റെ കുട്ടി ഞാനോ ഇനി ഉമ്മ എവിടത്തേക്കും വിടൂലല്ലോ? നീ അങ്ങോട്ട് വിടൂല, നീ ഇവിടെ തന്നെ. എന്നോട് ആദ്യം പറഞ്ഞു ഇനിയോ വന്നാ വിടൂല. ഇനി എന്നെ ഒരു കൊണ്ടുപോയാക്കാം, കൊണ്ടുകൊടുത്തേക്ക് എൻ്റെ മക്കൾ 3 ആളും കൊണ്ടുപോയിട്ട്. ഈ ഉമ്മ ഇടയ്ക്ക് വാശി പിടിച്ച് അങ്ങോട്ട് കാണാൻ വന്നിരുന്നു. അതായത് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഇയാൾ. കാരണം ഉമ്മക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ റിസ്ക് എടുത്തത്, അല്ലേ? അവിടെ എത്തിയിട്ട് കാണാൻ പറ്റിയില്ല.
അന്ന് ഉമ്മയുടെ ഒരു വല്ലാത്തൊരു വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ജയിലിലെ സിറ്റുവേഷൻ എനിക്ക് ഉമ്മാന്റെ മുമ്പിൽ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിന്റെ അടുത്ത ദിവസം ചെറിയ ഇളവ് നൽകി അടുത്ത ദിവസം കാണാനുള്ള സാഹചര്യം. ഉമ്മക്ക് അന്ന് എന്താ തോന്നിയെന്ന്? അപ്പോൾ ആദ്യത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനങ്ങനെ കാണാതെ പോകാന്നുള്ളതിൽ എൻ്റെ കുട്ടീനെ കണ്ടിട്ടേ പോരുള്ളൂ എന്നുള്ളതിൽ അവിടെ പോയി കണ്ടിട്ട് ഞാൻ പോന്നു. ഇവിടുത്തെ വെച്ചിട്ട് കണ്ടി ജനീന്നൊക്കെ ഉള്ളതൊരു ഇങ്ങനൊക്കെ ഞാൻ ജീവിച്ച് താൻ തെറ്റിനിക്ക് എന്നോട് ചോദിക്കല്ലേ നിങ്ങൾ ആരോ പറയാൻ കഴിയുന്നില്ല. മോശമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ സിറ്റുവേഷനിൽ കാണണ്ടാവുള്ളൊരു അഭിപ്രായമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എങ്കിലും രണ്ടാമത്തെ ദിവസം ഒരു കുറച്ച് ഇളവ് നൽകി മരണം വരക്കും നിലനിർത്തട്ടെ. ഈ നസീർക്ക ഒരുപക്ഷെ ഇതിലെല്ലാം എന്താ പറയുക, പലതിലും പ്രതികരിക്കാൻ പറ്റില്ല. അവർ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ്. സ്വന്തം സഹോദരനാണ്. ഉമ്മയുടെ ആഗ്രഹങ്ങളുണ്ട്, നാട്ടുകാരുടെ പ്രഷറുണ്ട്, പലതുമുണ്ട്. എങ്ങനെയായിരുന്നു ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ്? ഇന്നലെ രാത്രി വൈകിയും നമ്മൾ സംസാരിക്കുമ്പം അവനിങ്ങോട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ പുറപ്പെടുന്നവരെ സമാധാനമില്ല എന്നാണ് പറഞ്ഞത്. റഹീം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. അത് ഒരു എല്ലാം നിമിത്തമായിരിക്കാം. ഇപ്പം തന്നെ കണ്ടല്ലോ, ഈ അറഫ ദിനം വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സൗദിയിലും അറബി നാടുകളിലൊക്കെ വലിയ ആഘോഷം നടക്കുന്ന ഒരു ലീവ് ദിവസം കൂടിയാണ്. ഈ പെട്ടെന്നായിരുന്നു അറഫ ദിനത്തിൽ എന്ന് പറഞ്ഞാൽ മെനിയാന്ന് ഇവനക്ക് എക്സിറ്റ് അടിച്ചു എന്ന് പറഞ്ഞത്. അത് നമ്മൾ സ്വപ്നത്തിൽ പോലും എന്താ പറയുക, ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം 20-ന് അവന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ആ 20, 21, 22 ഡേറ്റോട് കൂടി അവിടുത്തെ ശേഷം അവിടെ എന്താ പറയാ ഹജ്ജ് പെരുന്നാളിന്റെ അവധി തുടങ്ങാം. പിന്നെ ഈ അവധി കഴിഞ്ഞതിന് ശേഷമേ അവന്റെ കാര്യങ്ങൾ നീക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും എന്താ പറയാ ബുക്ക് മടക്കി വെക്കാന്നറിയല്ലോ, എല്ലാം മടക്കി വെച്ചിട്ട് ഇപ്പൊ ഈ ലീവ് കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ നിമിത്തമായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഉമ്മാനെ കൊണ്ടേതായാലും ഇവിടെ ഇത് സംഭവിച്ചതായാലും എല്ലാം ദൈവത്തിന്റെ നിമിത്തമായിട്ട് കാണാം. അത്ര എനിക്ക് ഇതിൽ പറയാനുള്ളൂ. പടച്ചവന്റെ ഒരു കൈ ഇതിൽ വല്ലാതെ ഉണ്ടല്ലേ. എവിടെയൊക്കെയോ പടച്ചവന്റെ ഒരു വല്ലാത്ത കൈ, നമ്മൾ പറയില്ല അദൃശ്യമായ ചില കൈകൾ. അങ്ങനെ തോന്നിയിട്ടില്ലേ പലപ്പോഴും? അതെ, അതിന് വലിയ തെളിവല്ലേ ഈ വലിയ പെരുന്നാള്. നമ്മൾ 20 വർഷം ഉമ്മയും നമ്മളും ഇവിടെ പെരുന്നാൾ കഴിക്കുന്നുണ്ട്, അവനും പെരുന്നാൾ കഴിക്കുന്നുണ്ട്. ആഘോഷങ്ങളില്ല, പെരുന്നാൾ നമുക്ക് കഴിക്കണല്ലോ. നമ്മളൊരു ഈ ഭാഗത്ത് നമ്മുടെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണ്. പക്ഷെ സന്തോഷത്തോടു കൂടിയുള്ള ആഘോഷങ്ങളില്ല. ഇന്ന് കണ്ടോ, നമ്മൾ വിളിക്കാതെ നിങ്ങളെപ്പോലെയുള്ള ആളുകള്, നസീർ വിളിച്ചോ ഇല്ല, ഉമ്മ വിളിച്ചോ ഇല്ല, എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നിക്കാണ്. അതന്നെ ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയാ പഠിച്ച കളികൾ എന്ന് തന്നെ പറയാം. എന്താ പറയാ, റഹീമിന്റെ 3 വട്ടം അവനക്ക് വധശിക്ഷ വിധിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോകണമെന്നാണ് നിങ്ങളെപ്പോലുള്ളവര്, ലോക ജനത നമുക്ക് തിരിച്ച് ഇവിടെ ഈ നമ്മളെ മുന്നിലേക്ക് ഉമ്മാന്റെ കയ്യിലേക്ക് എത്തിച്ചെന്ന്. അത് ഒരാൾ മാത്രമല്ല, 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ 1 രൂപ മുതൽ അങ്ങനെ പോയിട്ട് 1 കോടി രൂപ തന്ന ആളുകൾ വരെ ഉണ്ട്. നമ്മൾ ബോച്ചെ 1 കോടി രൂപ തന്നു. അങ്ങനെ ഒരു ചെറിയ കുട്ടികൾ ഈ കുഞ്ചേറ്റ് വന്നിട്ട് ഇത് നമ്മൾ എനിക്കത് ഓർമ്മയുണ്ട്. 24-ൽ SKN ഇത് പ്രഖ്യാപിച്ച സമയത്ത് പിന്നെ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ 10 മിനിറ്റ് ഇടവേളയിലും ഇത്ര രൂപ വേണമെന്ന് SKN പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആ സമയത്തുള്ള ജനങ്ങളുടെ വികാരം നമ്മൾ കണ്ടതാണ്. ഓർക്കുന്നുണ്ടാവും അങ്ങ്? അതെ 24-ൽ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ മണിക്കൂറിൽ ഇത്ര ആയി, ഇനി ഇത്ര വേണം, ഇനി ഇത്ര ദിവസം, അത് അപ്ഡേറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക്, എനിക്കൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ വന്നിങ്ങനെ കാണിക്കുക 24. അതുപോലെ 24-ന്റെ രാഹുൽ സുരേഷ്, നിങ്ങൾ പോലത്തെ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങിയായിരുന്നു. നിങ്ങൾ പോകുന്നില്ലേ, ഒന്ന് മയങ്ങട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മയങ്ങിക്കോ, നമ്മളോട് കൊല്ലാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൊപ്പം നിന്നിട്ട് നമ്മളെക്കാളെ ഫാമിലി ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അതെ, നമ്മളെക്കാൾ ഏറെ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു. അതിന് പുറമെ പിറ്റേ ദിവസം ശ്രീകണ്ഠൻ നായർ ഇവിടെ വന്നു, ഉമ്മാനെ നേരിൽ വന്ന് അനുഗ്രഹിച്ചു. എപ്പോഴും ഉമ്മ പറയുന്നത് എന്താ, പൈസക്കായെങ്കിലും എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിനെല്ലാം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എല്ലാവരും വന്നിട്ട് ഈ വലിയ പെരുന്നാൾ വലിയ ആഘോഷമാക്കിയാണ്ട് ഇതാ നിൽക്കണം ഇപ്പൊ എല്ലാവരും. ജവാദ്, ഇതിന്റെ അവസാന ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് എയർപോർട്ടിൽ നിന്നും ആ കാറിൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല, അതും ഒരു പെരുന്നാൾ ദിവസവും. റഹീമിന് വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലുള്ള ജനങ്ങളും ചാനലുകാരും നിങ്ങളെ 24-ന്റെ രാഹുൽ എന്ന് പറഞ്ഞ രാവും പകലും ശരി, രാവിലെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. രാഹുലിനെ ഈ ചുമതലയും ഏൽപ്പിച്ചു വിട്ടതാണ്. കാരണം അന്ന് വേറെ വാർത്തകളൊന്നും നോക്കണ്ട. അതായത് ശ്രീകണ്ഠൻ നായർ ഈ സാധനം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ആ SM സ്ട്രീറ്റിൽ നിന്ന് ഞാൻ ലൈവ് ചെയ്യുമ്പോഴാണ് സാർ ഇത് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്യൂറോയിൽ നിന്ന് ഒരു റിപ്പോർട്ടറെ ഇവിടത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. അത് യഥാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായരുടെ തീരുമാനമായിരുന്നു.
SKൻ്റെ തീരുമാനമായിരുന്നു. റഹീമിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ദൗത്യമായി എടുക്കുകയായിരുന്നു. അത് തീർച്ചയായിട്ടും ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ എന്നിട്ട് വയറ്റിൽ അങ്ങനെ നടക്കലാണ്. രാവിലെ ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ അപ്പോൾ എന്താ ഇപ്പോൾ പറയുക, വാക്കുകളില്ല. ആളിപ്പോൾ നമ്മളെ മുമ്പിലെത്തി. ഈ റഹീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം കാരുണ്യവാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, വലിയ പെരുന്നാളിൻ്റെ സന്ദേശം ഇബ്രാഹിം നബിക്ക് സ്വന്തം മകനെ തിരിച്ചു കിട്ടിയ ദിവസമാണ്. ത്യാഗത്തിൻ്റെ വിജയത്തിൻ്റെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ബലി പെരുന്നാൾ. അതുകൊണ്ട് ഈ ഉമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടിയ ഒരു ദിവസമാണ്, അല്ലേ റഹീം? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായൊരു പെരുന്നാളാണ് ഇന്ന് കുടുംബത്തോടൊപ്പം കഴിഞ്ഞു വിടുന്നത്. ഒരുപാട് സന്തോഷമായിരിക്കും. ഉമ്മ, ഈ പെരുന്നാൾ ഇമ്മണി വലിയ പെരുന്നാളാണ്. 2 വലിയ പെരുന്നാൾ, 1 വലിയ 2 പെരുന്നാൾ. അള്ളാഹിൻ്റെ അക്കളുടെ പെരുന്നാൾ, എൻ്റെ പെരുന്നാൾ. ഇരട്ടി മധുരമുള്ള പെരുന്നാൾ. ഇരട്ടി മധുരം. ഇത് നിലനിർത്തി തന്നിട്ട് മരിക്കട്ടെ, ഞാൻ അതിനെ വേർക്കാം. ഉമ്മ പറഞ്ഞത് ഈ പെരുന്നാൾ ഇരട്ടി മധുരമുള്ള പെരുന്നാളെന്നാണ്. ഉമ്മ തന്നെ മധുരം റഹീമിന് നൽകുകയാണ്. ഈ പെരുന്നാളിൻ്റെ മധുരം എന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെയാണ് നമ്മളിത് ഉമ്മ തന്നെ റഹീമിന് കൊടുക്കുക. ഉമ്മക്ക് കൊടുക്കുക റഹീമ്. താങ്ക് യു മോളു, താങ്ക് യു. പൂരപ്പൂ മക്കാമിലെ മൗലാദവീലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബോലി ചെയ്തലെ വിരളി അല്ലാ മമ്പൂരപ്പൂ മക്കാമിലെ മൗലാദവീലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബോലി ചെയ്തലെ വിരളി അല്ലാ തുതിത്തവർ ഇമ്പരമാനണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ കശഫിക്കാറാഹത്തേറ്റിയേ ഹൈറായ ദീനെ പോറ്റിയേ മശഹൂറിൻ സദി പാറ്റിയേ മജ്ദൂബും ഹൂറലിയല്ലാ അമ്പൂറപ്പൂ മകാമിലെ. ഈ സന്തോഷം, ഈ ബലിപെരുന്നാളിൻ്റെ, ഇമ്മണി വലിയ പെരുന്നാളിൻ്റെ സന്തോഷം എന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറാമാൻ രാജേഷ് വള്ളിരിക്കൊണ്ടിനൊപ്പം റഹീമിന്റെ വീട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.